ഫിനിക്സ് ഫ്രണ്ട്സ് എൻ്റർടൈൻമെൻറ്റിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക വൺ ഡേ സീരീസിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയുമായ മാച്ചിൽ ഇന്ത്യക്ക് 9 വിക്കറ്റിൻ്റെ ആധികാരിക വിജയം. ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക 47.5 ഓവറിൽ 270 റൺസിന് എല്ലാവരും പുറത്തായി. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് 39.5 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 271 റൺസ് എടുത്തു. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ഡീകോക്ക് 106 റൺസ്, 89 ബോളിൽ 106 റൺസ്, 8 ഫോറും 6 സിക്സും. ബൗമ 48 റൺസ്, 67 ബോളിൽ 5 ഫോറ്. ബ്രേവിസ് 29 റൺസ്, 29 ബോളിൽ 2 ഫോറും 1 സിക്സും. മാർക്കോ ജോൺസൺ 17 റൺസ്, 15 ബോളിൽ 2 ഫോറ്. മഹാരാജ 20 റൺസ്, 29 ബോളിൽ 2 ഫോർ അടിച്ചു. ബൗളർമാരിൽ തിളങ്ങിയത് നമ്മുടെ കുൽദീപ് യാദവാണ്. 10 ഓവറിൽ 41-ന് 4 വിക്കറ്റ് എടുത്തു. പ്രസിദ്ധ് കൃഷ്ണ 9.5 ഓവറിൽ 66-ന് 4 വിക്കറ്റും. ഹർഷ്ദീപ് സിംഗ് 8 ഓവറിൽ 36 റൺസിന് 1 വിക്കറ്റ്. ജഡേജ 9 ഓവറിൽ 50 റണ്ണിന് 1 വിക്കറ്റ്. ഹർഷിത് റാണ 8 ഓവറിൽ 44, വിക്കറ്റൊന്നും ലഭിച്ചില്ല. തിലക് വർമ്മ 3 ഓവറിൽ 29 റൺസ്. അങ്ങനെ 47.5 ഓവറിൽ 270 റൺസിന് സൗത്ത് ആഫ്രിക്കയുടെ എല്ലാ വിക്കറ്റുകളും നഷ്ടപ്പെട്ടു. മറുപടി ബാറ്റിങ്ങിൽ ഇറങ്ങിയ ഇന്ത്യക്ക് ജയ്ഷാൽ 121 ബോളിൽ 116, 12 ഫോറും 2 സിക്സും. രോഹിത് ശർമ്മ 75 റൺസ്, 73 ബോളിൽ 7 ഫോറും 3 സിക്സും. നമ്മുടെ വിരാട് കോഹ്ലി 65 റണ്ണ്, 45 ബോളിൽ 6 ഫോറ് 3 സിക്സ്. 39.5 ഓവറിൽ 271-ന് 1 വിക്കറ്റ്. അങ്ങനെ 9 വിക്കറ്റിൻ്റെ ആധികാരിക വിജയമാണ് ഇന്ത്യ കരസ്ഥമാക്കിയത്. അങ്ങനെ ഈ സീരീസ് ഇന്ത്യ 2-1 കരസ്ഥമാക്കി. ഈ സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അഭിമാനിക്കാനായിട്ടുള്ള വക ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബാറ്റ്സ്മാൻമാരുടെ നിലയിൽ നമുക്ക് ഉണ്ട്. ബൗളർമാരുടെ നിലയിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് എല്ലാവരും കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സീമേഴ്സ്, ഫാസ്റ്റ് ബൗളേഴ്സ് ഭയങ്കര മോശം പ്രകടനമായിരുന്നു ഈ 3 ഏകദിനത്തിലും കാഴ്ചവെച്ചിരുന്നത്. സ്പിന്നർമാരുടെ ഇതിൽ കുൽദീപ് യാദവ് മാത്രമാണ് കുറച്ചും കൂടി മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ പിച്ചിൽ 2 സ്പെഷ്യലിസ്റ്റ് സ്പിന്നറെ കളിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. മറ്റുള്ള പിച്ചുകളിൽ, മറ്റുള്ള രാജ്യങ്ങളിലല്ല, ഇന്ത്യൻ നിരയിൽ, ഇന്ത്യയിൽ കളിക്കുമ്പോൾ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറെ 2 പേരെ നിർബന്ധമായും കളിപ്പിക്കണം. 2 ഫാസ്റ്റ് ബോളേഴ്സോ അല്ലെങ്കിൽ 3 ഫാസ്റ്റ് ബോളറോ, ഒരു ബൗളിംഗ് ഓൾറൗണ്ടർ അല്ലെങ്കിൽ ബാറ്റിംഗ് ഓൾറൗണ്ടർ. അങ്ങനെ ഇന്ത്യ ബൗളിങ്ങിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കണമെങ്കിൽ നല്ല ബൗളേഴ്സിനെ ടീമിൽ നിലനിർത്തിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ബാറ്റിങ്ങിൽ ഇന്ത്യ പ്രശ്നമില്ല, നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ഈ സീരീസിൽ നമ്മുടെ വിരാട് കോഹ്ലി 2 സെഞ്ചുറിയും 1 അർദ്ധ സെഞ്ചുറിയുമായി ബാറ്റിംഗ് നിരയിൽ എല്ലാം മുന്നിൽ നിന്ന് നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രോഹിത് ശർമ്മ 2 50 ഉണ്ട്. ഋതുരാജ് 1 സെഞ്ചുറി സീരീസിൽ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജയ്ഷാൽ ഇന്നത്തെ മാച്ചിലെ മാൻ ഓഫ് ദ മാച്ച് ജയ്ഷാൽ 1 സെഞ്ചുറി കരസ്ഥമാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാറ്റിംഗ് നിരയിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ബൗളിംഗ് ആണ് ഇനിയുള്ള സീരീസിലെങ്കിലും നല്ല ബൗളേഴ്സിനെ തിരഞ്ഞെടുത്ത് ഇന്ത്യ ചാമ്പ്യന്മാരാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതലുള്ളത്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കണം. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.